പ്രാർത്ഥനയിൽ ദൈവദൂതനെ കണ്ടുമുട്ടുകയും ദൈവദൂതൻ്റെ സ്വരം ശ്രവിക്കുകയും ആദിയിലെ ഉണ്ടായിരുന്ന വചനമാകുന്ന ദൈവത്തെ തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയം പ്രാർത്ഥനയിലൂടെയാണ് ആദിയിലെ ഉണ്ടായിരുന്ന വചനമാകുന്ന ദൈവത്തെ ഉദരത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യമുള്ളവളായത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത സ്വന്തം ഇഷ്ടമല്ല അന്വേഷിച്ചത്, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളും ദൈവ ഇഷ്ടം അന്വേഷിക്കുന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തെ നമ്മുടെ ഉദരത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ വണക്കമാസം 13-ാം തീയതി. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനി, അങ്ങ് സർവസൃഷ്ടികളിലും ഉന്നതയത്രേ. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുകരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സർവോപരി ഞങ്ങൾക്ക് ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങേ അനുഗ്രഹ വർഷമുണ്ടാകട്ടെ. ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ. ആമേൻ. ദൈവത്തിൻ മാതാവേ, നീ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നീ ഇപ്പോഴും എന്നുമെന്നും മൃത്യു വരും നേരവും താതനും ദിവ്യസുതനും പാവനാത്മാവിനുമേ ആദിയിലെന്ന പോലെ സ്തോത്രമുണ്ടായിടട്ടെ. അമ്മ മാതാവേ, ലോകം മുഴുവൻ വിശുദ്ധിയിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നു ചേർന്ന് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവകരുണയും കൃപയും നിറയുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ.